ടാങ്കർ മറിഞ്ഞ് പൊട്ടൽ ഗ്യാസ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനെ നിയന്ത്രിക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ആക്കരുതെന്ന് നമ്മുടെ ഈ സമീർ പറഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നത് നിങ്ങളുടെ വണ്ടി കിടക്കുന്നത്, പിന്നെ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് വണ്ടി കിടക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ആക്കുന്നത് കുഴപ്പമൊന്നും വെച്ചു. ഈ നാട്ടുകാർ കാണുന്ന പറയുന്നത് അവന്മാർ വശമിരിക്കുന്നത് നാളെ കൊണ്ടുപോകാൻ അങ്ങനെയും കമന്റ് ഉണ്ടാവും. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടായാലും അതിനെല്ലാത്തിനും ഇപ്പൊ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. 101 എന്നുള്ള നമ്പർ എല്ലാവർക്കും അറിയാം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് കൊല്ലം ചവറയിലാണ്. അപകടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രക്ഷാദൗത്യവുമായി ആദ്യം മനസ്സിൽ വരുന്ന പേര് ഫയർഫോഴ്സ് എന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. അതിൽ സേവനമനുഷ്ഠിച്ച 2 വ്യക്തികളെയാണ്. പ്രശസ്തമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വലിയ ഗ്യാസ് ദുരന്തത്തെ നേരിട്ട് അനുഭവിച്ച 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം. നമുക്ക് അനുഭവങ്ങളിലേക്ക് കിടക്കാം. ഇത്തരം ഒരു അപകടം ഉണ്ടായാലും അതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ അല്ലേ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നു അല്ലേ? ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസ് ഡിറ്റക്ടറൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പൊ അന്ന് പറഞ്ഞ പോലെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കൊച്ചിൻ ജിപി നാൾ പറഞ്ഞായിരുന്നു. അല്ല, ഈ ജീപ്പ് സ്റ്റാർട്ടാക്കാനും കാരണം അതാണ്. ജീപ്പ് സ്റ്റാർട്ടാക്കരുതെന്ന് നമ്മുടെ ഈ സമീർ പറഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നത് നിങ്ങളുടെ വണ്ടി കിടക്കുന്നത്, പിന്നെ നിങ്ങളുടെ വണ്ടി വണ്ടി കിടക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് കുഴപ്പമൊന്നും വെച്ചു. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് സ്പാർക്ക് അറസ്റ്റ് ഉള്ളതാണ്. മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പാർക്ക് ഉണ്ടാവില്ല. ആ സാധനം ഫിറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയാലും വിഷയമില്ല. പക്ഷേ അത് ഇവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് എടുത്തിട്ട് അവർ സ്റ്റാർട്ടാക്കി. ഓ ശരി, എന്തിനാ തള്ളുന്നത്? ഒരുപക്ഷെ ഈ ഗ്യാസിന് ഗന്ധം ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. ഗ്യാസിന് അല്ല കാണാൻ നമുക്ക് ഹെഡ്ലൈറ്റില്ല, ഈ വെള്ളത്തിന്റെ പുറത്തൂടെ ഗ്യാസ് ഇങ്ങനെ ഒഴുകി പോകുന്നത് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ കാലത്ത് ഇതിങ്ങനെയുള്ള സംവിധാനങ്ങൾ അത്ര ഇതല്ലല്ലോ. അതെ സംവിധാനങ്ങളുടെ ഒരു നമ്മളൊരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഒരു സ്പോട്ടിൽ എത്തുമ്പം നമ്മൾ ഏത് കോളിന് പോയാലും നമുക്കൊരു പാഠം പഠിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം വെറൈറ്റി ഉള്ള കോളുകളായിരിക്കും. ഇപ്പൊ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല നാളെ ചെല്ലുന്ന കോളിനുള്ളത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്നു, അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഒരാളെ എങ്ങനെ അപകടത്തിൽപ്പെട്ടൊന്നും നമുക്ക് ഗണിക്കാൻ പറ്റില്ല, അപകടത്തിന്റെ നേച്ചർ അറിയാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ യുക്തിക്കനുസരിച്ച് അന്നേരം പ്രവർത്തിക്കുക. കാരണം അതും വളരെ പെട്ടെന്ന് പ്രവർത്തിക്കണം. കാരണം ജീവനുള്ള ഒരാളിനെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവർ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അത് പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ പിന്നെ നമ്മളോട് പറയും നിങ്ങൾ വന്നിട്ട് താമസിച്ചു പോയി. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഒരാൾ പരിക്കുപറ്റി കിടക്കുന്ന ആളിനെ ചെന്ന് വലിച്ചെടുക്കുമ്പം ആ എടുപ്പില് തന്നെ അയാളുടെ അപകട സാധ്യത 50% അത് 90 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതൊന്നും ജനങ്ങള് മനസ്സിലാക്കത്തില്ല. തലയിൽ പരിക്കുപറ്റുന്നത് ചെന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹെൽമെറ്റ് ഊരുന്നതിനൊക്കെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളെ ഒരു പൊതുജനങ്ങൾ കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും, അവര് വലിച്ചെടുക്കുകയാണ്. അപ്പൊ എന്താ ഈ തലയുടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെന്ന് ആ സമയം നോക്കി അതിന്റെ ആ അവസ്ഥ കുറച്ചെങ്കിലും മനസ്സിലാക്കിയാലേ നമുക്ക് പെട്ടെന്ന് അവരെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു മരത്തിന്റെ മുകളിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആള്, അപ്പൊ സാധാരണ ചിലപ്പം മരം മുറിഞ്ഞ് അയാളുടെ ദേഹത്തിട്ടിരിക്കുന്നുണ്ടാവും, ചെന്ന് വലിച്ചെടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ ആ മരം മാറ്റി, അപ്പൊ അതിനൊക്കെയുള്ള സമയങ്ങൾ എടുക്കും. പിന്നെ പൊതുജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രവർത്തനത്തെ എപ്പോഴും അറിയാൻ പറ്റത്തില്ല. കാരണം ഇത് സ്പീഡില് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരിക്കറ്റി കിടക്കുന്ന ആൾക്കാരെ നമ്മൾ അതിന്റെ ഗൗരവത്തിൽ എടുക്കുമ്പോൾ ഈ നാട്ടുകാർ കാണുന്ന പറയുന്നത് അവന്മാർ വശമിരിക്കുന്നത് നാളെ കൊണ്ടുപോകാൻ അങ്ങനെയും കമന്റ് ഉണ്ടാവും. അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നട്ടലിന് പരിക്കുപറ്റിയ ഒരാളെ വലിച്ച് ചുരുട്ടിക്കൂട്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ആ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇരട്ടിയാവുക ചെയ്യുന്നു, പറ്റാവൂ. അപ്പൊ അയാളെ ആ രീതിക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന് നമ്മൾ പതുക്കെ സമയം എടുത്തേ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാണുമ്പോ ഈ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതൊന്നും അറിയത്തില്ല. അവര് വിചാരിക്കുന്ന ഈ പരിക്കുപറ്റിയ ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുമെന്ന. പക്ഷെ ഈ പരിക്കിന്റെ സാഹചര്യം നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനുള്ളത്. ഈ റീസെന്റ് ഒരു ഫയർമാൻ കിണറ്റില് ഇടിഞ്ഞു മരിച്ചല്ലോ അല്ലേ? ഒരു റെസ്ക്യൂവിന്റെ ഇടയിൽ കിണറ്റി ചാടിയ ഒരു സ്ത്രീയെ, അത് ഈ ആ സ്ത്രീയുടെ കാമുകനെ അവിടെ നിന്ന് അയാളെ ഉൾപ്പെടെ ഇടിഞ്ഞു വീണല്ലേ. അയാൾ അതായത് ഇടിയുന്നവര് കിണറായിരുന്നു.
ഇടിയാൻ സാധ്യതയുള്ള കിണറ്റിന്റെ ഫ്രണ്ടിലെ നമ്മുടെ ജീവനക്കാര് ഈ രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അയാളത് ശ്രദ്ധിക്കുക, അയാളെ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ നോക്കൂ. ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടിയിരിക്കല്ലേ. അയാള് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്താനാണോ അതോ ഈ പെണ്ണിനെ അപായപ്പെടുത്താൻ നമുക്ക് അറിയത്തില്ല. എന്തായാലും അയാളാണ് ആ ഇടിയാൻ കാരണം. ഇടിയാൻ സാധ്യതയുള്ള ഭാഗത്തോട്ട് കയറി അയാൾ ഉൾപ്പെടെ കാര്യമുണ്ട്. പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള കിണറിന്റെ ഇത് ചെയ്യുമ്പോഴൊക്കെ നമ്മളൊക്കെ എപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ ആ മുകളിൽ സൈഡിൽ വന്ന് നിൽക്കരുത്. കാരണം ഈ അകത്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് സുരക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കാരണം ഇത് പറഞ്ഞാൽ ഇവർ കേൾക്കില്ല. പലയിടത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ ഈ ആൾക്കാർ വന്ന് നിൽക്കുകയും ഒരുപാട് നേരത്തെയൊക്കെ ഒരുപാട് വടകര ദുരന്തം പണ്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ 3 ജീവനക്കാർ മണ്ണിടിഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇതുപോലൊക്കെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഈ അപകടത്തിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ ഫയർഫോഴ്സിന് ജോലി ചെയ്യാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഈ കാഴ്ചക്കാരാണ്. ആണ് സഹായിക്കാൻ എന്ന പേരിൽ എത്തുന്ന കാഴ്ചക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അതിന് ഉദാഹരണം പറയാൻ നമ്മൾ കരുനാഗപ്പള്ളിയിൽ ഈ ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ, ഈ ഗ്യാസ് ടാങ്കർ ട്രാജഡി ഉണ്ടാകുമ്പോൾ ഈ പ്രദേശം മുഴുവൻ ഒരു കാഴ്ചക്കാരായിട്ട് അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചക്കാരാണ് കുറച്ച് മത്സരി. കാഴ്ചക്കാരാണ് പറഞ്ഞു കേൾക്കത്തില്ല. മാറുന്ന പറഞ്ഞാൽ അന്നേരം മാറും, പിന്നെയും വന്നിരിക്കും. അതെ അതെ, അത് സംഭവിച്ചതാണ്. അതെ, ഈ തീരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇത് കാണാൻ പോയിട്ടുണ്ട്. ഗ്യാസ് ഇതേപോലെ നമ്മൾ ഈ നെല്ലിമുക്കിലെ ഇതുപോലെ ടാങ്കർ ഞങ്ങൾ രണ്ടും പോയായിരുന്നു. നെല്ലിമുക്കിൽ ഇതുപോലെ ടാങ്കർ മറിഞ്ഞ് ഞങ്ങൾ സുരക്ഷിതമായിട്ട് തന്നെ അതിനെ വേറൊരു ടാങ്കിലോട്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്ത്. തീ വന്നില്ല? ഇല്ലില്ല, അത് ചെറിയ ഇതേ ഉള്ള എല്ലാരും. ഇപ്പൊ അതിനുശേഷം ഈ കരുനാഗപ്പള്ളി ടാങ്കർ ദുരന്തത്തിന് ശേഷം കുറച്ചൊരു ജനങ്ങൾക്കൊരു ബോധ്യം ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് വേറെ 2-3 ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ ചാലയിൽ പക്ഷേ കുറെ ആൾക്കാർ അത് ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു. അതെ, വലിയ തീപിടുത്തം ആൾക്കാർ മരിക്കുകയും ചെയ്തിരുന്നു. അല്ലെ, ടാങ്കർ മറിഞ്ഞ് പൊട്ടല് ഗ്യാസ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനെ നിയന്ത്രിക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ പൊട്ടുന്ന ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളുണ്ട്. ചില വാൾവിനൊക്കെ ഈ രീതി ചെറിയ ഗ്യാപ്പാണെങ്കിൽ നമുക്ക് വാൾവ് അടച്ചാൽ നിൽക്കാൻ സാഹചര്യമുണ്ട്. ഹോള് ഈ വൃത്തത്തിലുള്ള ഹോളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ തടിയുടെ മിക്ക എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവും. നമ്മൾ തടി വെച്ചിട്ട് അതായത് തടിയും ആ തടി തന്നെ വെച്ചിട്ടാണ് അതിനെ അടിക്കുന്നത്. കാരണം നമ്മള് അത് തന്നെ ഇപ്പൊ കൂടുതലും തടിയുടെ ഇതുണ്ട്, അത് നമ്മൾ അടിച്ചു കയറ്റും. കാരണം ഇരുമ്പ് കോണ്ടാക്ട് വരാത്ത രീതിയിൽ ഉള്ള ഇത് ചെയ്യുന്നുണ്ട്. അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്യുന്ന കുറച്ച് ലീക്ക് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്നു. കാരണം അതെന്ന് പറയുന്നത് തടി എന്ന് പറയുന്നത് പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലോ. മറ്റേതാകുമ്പോ ഇച്ചിരി ബെറ്റർ ആണ്. അത് അതിന്റെ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങോട്ട്. അപ്പോൾ ഈ പുതിയ മാറ്റങ്ങൾ ഫയർഫോഴ്സിനുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് കാലഘട്ടത്തിൽ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത് ലെസൺസ് ഉണ്ടോ? ഇപ്പോഴ് പുതിയ ആധുനിക ട്രെയിനിങ് സംവിധാനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അക്കാഡമിയിൽ നല്ല രീതിയിലാണ് ബേസിക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പൊ അതിനകത്ത് ഫയർ ഉണ്ടായാൽ അതിനകത്തൂടെ പോകാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഴഞ്ഞു പോകുന്ന സംവിധാനങ്ങൾ, ചൂട്. ഇപ്പം പിന്നെ നമുക്ക് ഡ്രസ്സുകളും ഉണ്ട്, ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള, നമ്മുടെ പൊള്ളലേൽക്കാതിരിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഫയർ സൂട്ട് നേരത്തെ അതൊന്നും ഇല്ലാത്തതാണ് ഈ അപകടം ഇത്രയും ഉണ്ടായത്. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വേണ്ടത്ര ആയുധങ്ങളില്ല, ടൂൾസ് ഇല്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഫയർഫോഴ്സിന്, അല്ലേ? ഇപ്പൊ മാറ്റമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആധുനിക ഉപകരണങ്ങളും ആധുനികവൽക്കരണമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഫണ്ടുണ്ട്, ഇപ്പൊ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം, അല്ലേ? അപ്പൊ എന്തൊക്കെ ആക്ച്വലി എന്തൊക്കെ സർവീസ് ആയിരിക്കും ഈ ഒരു ഫയർ യൂണിറ്റ്, ഒരു ഫയർ സ്റ്റേഷനെ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ സർവീസ് അവിടെ നിന്ന് കിട്ടാം? ഒരു കുട്ടിയുടെ കയ്യിൽ റിങ് കുടുങ്ങിയൊക്കെ ഫയർഫോഴ്സ് കട്ട് ചെയ്ത് രക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടായാലും അതിനെല്ലാത്തിനും ഇപ്പൊ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. 101 എന്നുള്ള നമ്പർ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം സ്കൂളുകളിലൊക്കെ ക്ലാസ് പോകുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും ക്ലാസ് എടുക്കാനായിട്ട് ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഒരു സ്കൂളിൽ ക്ലാസ്സിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഓരോ സ്കൂളിൻ്റെയും പരിധിയിലുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് പോലും ഈ ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഒരു
സിലിണ്ടർ ലീക്ക് ആയാൽ എന്ത് ചെയ്യണം, അപ്പൊ അതൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ മൂടല് മൂടാം. അപ്പൊ അതുപോലെ കുടുംബശ്രീക്കാർക്കൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഹൗസിംഗ് കോളനികളൊക്കെ ഉള്ളിടത്ത് അപ്പൊ അവിടെ ജനറൽ അവയർനെസ് ക്ലാസ് ഉണ്ട്. പിന്നെ ബാങ്കുകൾക്ക്, മിക്കവാറും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും നമ്മൾ ഇപ്പൊ ക്ലാസ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള ഇത് ചെയ്യുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് അത് കൊച്ചുകുട്ടികൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ ചെറിയ കുട്ടികൾ സ്കൂൾ തലം മുതൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായി. അത് ഇനി എന്ന് പറയുന്നത് നമ്മുടെ പാഠ്യ വിഷയമായിട്ട് ഇത് സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇതും കൂടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പാഠ്യ വിഷയമാക്കാമെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. 101 ആ നമ്പറിലേക്കുള്ള വിളി, ആ നമ്പറിൽ നിന്നുള്ള കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ തുടരാം.